നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 612th day. Today 4th sloka of Pradhamaskandam 4th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 612ാം ദിവസം. പ്രഥമസ്കന്ധത്തിലെ 4ാമത്തെ അധ്യായത്തിലെ 4ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 4ാമത്തെ അധ്യായത്തിലെ 4ാമത്തെ ശ്ലോകം. തസ്യ പുത്രോ മഹായോഗി സമദൃക് നിർവികൽപക ഏകാന്തമതിരുന്നിദ്രോ ഗൂഢോ മൂഢ ഇവേയതേ. ഓം തത്സത്. തസ്യ പുത്രോ മഹായോഗി സമദൃക് നിർവികൽപക ഏകാന്തമതിരുന്നിദ്രോ ഗൂഢോ മൂഢ ഇവേയതേ. ഓം തത്സത്. തസ്യ എന്ന് പറഞ്ഞാൽ അവൻ്റെ, അതായത് വ്യാസഭഗവാന്റെ പുത്രഃ പുത്രൻ, മഹായോഗിയായിട്ടുള്ളവനും സമദൃക് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിലും സമബുദ്ധിയോട് കൂടിയവൻ, സമത്തിൽ ദൃഷ്ടിയോട് കൂടിയവനും, നിർവികൽപഃ വികൽപ്പമില്ലാത്തവൻ, ഭേദബുദ്ധി ഇല്ലാത്തവൻ, വികൽപ്പമില്ലാത്തവനും, ഏകാന്തമതി ഏകത്തിൽ പര്യവസിച്ച മനസ്സോട് കൂടിയവൻ, അദ്വൈതം ആയിട്ടുള്ളവൻ, ഇതൊന്നും ഇല്ലാത്ത, രണ്ടെന്ന് കരുതാതെ എല്ലാം ഏകമാണെന്ന് മനസ്സിലാക്കിയവനും, ഉന്നിദ്ര എന്ന് പറഞ്ഞാൽ നിദ്രയിൽ നിന്ന്, മായയിൽ നിന്ന് ഉണർന്നവനും, ഗൂഢനായിട്ടുള്ളവനും, ഗൂഢോ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിലും ഗൂഢമായിട്ടുള്ളവനും, അവ്യക്ത സ്വരൂപൻ, അതായത് വ്യക്തമല്ലാത്ത ഒരു സ്വരൂപത്തെയാണ് ഗൂഢം, രഹസ്യമായിട്ടുള്ളത്, ഗൂഢമായിട്ട് അവ്യക്ത സ്വരൂപനായിട്ടുള്ളവനും, മൂഢ ഇവ എന്ന് പറഞ്ഞാൽ മൂഢനെന്ന പോലെ എല്ലാ അതിബുദ്ധിമാന്മാരും നന്നായിട്ടുള്ളവർക്കും സാധാരണക്കാർക്ക് കാണുമ്പോൾ അവർ മൂഢന്മാരാണോ എന്ന് തോന്നും. അങ്ങനെ പലരെയും, പല മഹാത്മാക്കളെയും നമ്മൾ അറിവില്ലാത്തവർ മൂഢന്മാരെന്ന് കരുതാറുണ്ട്. അതുകൊണ്ടാണ് മൂഢനെന്ന പോലെ, മൂഢനല്ല എന്നാൽ മൂഢനെന്ന പോലെ ഈയതേ കാണപ്പെടുന്നു, മൂഢനെന്ന പോലെ കാണപ്പെടുന്നു പറയുകയാണ്. അതായത് വ്യാസപുത്രനായ ശ്രീശുക മുനി പരീക്ഷിത് രാജാവിനെ കേൾപ്പിച്ചു എന്ന സംഗതി എങ്ങനെ ഘടിക്കും എന്ന് ചോദിക്കുകയാണ്. വ്യാസൻ്റെ പുത്രനായ ശ്രീശുക മഹർഷി എങ്ങും ഭേദമില്ലാതെ പ്രകാശിക്കുന്നവനും ബ്രഹ്മത്തിൽ ദൃഷ്ടിയോടു കൂടിയവനുമായാൽ ഭേദഭാവേന ഒട്ടും ഭേദമില്ലാത്ത മനസ്സില്ലാത്തവനും ഒന്നിൽ മാത്രം ഉറച്ചിരിക്കുന്ന മനോവൃത്തിയുള്ളവനും മായാനിദ്രയിൽ ഉണർന്നവനുമായിട്ടുള്ള അവനാണെന്ന് കേൾപ്പിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ളവനാണെന്ന് എല്ലാവരാലും അറിയപ്പെടാൻ കഴിയാത്ത വിധം സ്വരൂപത്തെ മറച്ചവനും മൂഢനായിട്ടുള്ളവനും ആണ്. മൂഢനെപ്പോലെ വ്യാപരിക്കുന്നവനുമാണല്ലോ അദ്ദേഹം. ഒരു സ്ഥലത്തും ഒരു അല്പസമയമല്ലാതെ ഗോദോഹന എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. ഒരു പശുവിനെ കറക്കുന്ന നേരമല്ലാതെ അദ്ദേഹം എവിടെയും നിൽക്കുകയില്ല. അങ്ങനെയുള്ള അദ്ദേഹം 7 ദിവസം ഇങ്ങനെ പരീക്ഷിത് മഹാരാജാവിന് ശ്രീമദ് മഹാഭാഗവതം ഉപദേശിച്ചു. അതെങ്ങനെ ശരിയാകും എന്നുള്ളത് ശൗനകാദികൾ സൂതനോട് ചോദിക്കുകയാണ് ഇവിടെ. ആ ചോദ്യമാണ് ഇപ്രകാരം പറഞ്ഞിട്ടുള്ളത്. വ്യാസപുത്രനെ ഇവിടെ വർണ്ണിക്കുകയാണ്. 2-3 ശ്ലോകങ്ങളിലായിട്ട് പറയുകയാണ്. ഇപ്രകാരമുള്ള വ്യാസപുത്രൻ എപ്രകാരം 7 ദിവസം ക്ഷമിച്ചിരുന്ന് ശ്രീമദ് മഹാഭാഗവതം പരീക്ഷിത്തിന് ഉപദേശിച്ചു എന്നാണ് വ്യംഗ്യമായിട്ട് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. വ്യാസപുത്രൻ്റെ
വ്യാസപുത്രനായിട്ടുള്ള ശ്രീ ശുക ബ്രഹ്മർഷിയുടെ പ്രത്യേകതകളാണ് ഈ ശ്ലോകത്തിൽ നമുക്ക് ശൗനകാദികൾ സൂതനോട് ചോദ്യം എന്ന പോലെ നമുക്ക് പറഞ്ഞു തരുന്നത്. ശൗനക മഹർഷി പറയുന്ന വാക്കുകളാണ് നമ്മൾ ഇപ്പോൾ 2ാമത്തെ ശ്ലോകം മുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. നാലാമത്തെ ശ്ലോകം ഒരിക്കൽ കൂടി. തസ്യ പുത്രോ മഹായോഗി സമദൃക് നിർവികൽപക ഏകാന്തമതിരുന്നിദ്രോ ഗൂഢോ മൂഢ ഇവേയതേ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.